ഗുഡ് ഈവനിങ് ഓൾ. വീക്ക്ലി മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആക്ടിവിറ്റി വളരെ കുറഞ്ഞൊരു ആഴ്ചയായിരുന്നു നമുക്ക് കടന്നു പോയിട്ടുള്ളത്. സെക്ടോറൽ പെർഫോമൻസ് നമുക്ക് പരിശോധിക്കാനുണ്ട്. അടുത്ത ആഴ്ചയിലുള്ള ഇവൻറ്റ്സും നോക്കാം. അതിനു മുമ്പ് ഇന്നൊരു സ്റ്റോക്ക് അനാലിസിസ് ആണ് ചെയ്യാനുള്ളത്. ഇന്നലത്തെ വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഇന്നത്തത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ശക്തി പമ്പ് എന്ന കമ്പനിയുടെ ചാർട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 1.5 വർഷം കൊണ്ട് 16 ഇരട്ടി വർദ്ധിച്ചു. 1555% വർദ്ധിച്ചൊരു സ്റ്റോക്കാണിത്. എന്തുകൊണ്ട് ഇത്രമാത്രം ഈ സ്റ്റോക്കിൽ ഒരു വർധനവ് വന്നു, അത് ഈ ഏരിയയിൽ എന്തുകൊണ്ട് നമുക്ക് കണ്ടില്ല, അങ്ങനെയുള്ള കുറച്ച് അനാലിസിസ് ആണ്. ഇതിപ്പം സ്പ്ലിറ്റ് ആയതിനു ശേഷമുള്ള പ്രൈസാണ് 1100. 6 ടൈംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് 6600 ആവുമായിരുന്നു. ഓക്കെ, ഇത് അഡ്ജസ്റ്റഡ് പ്രൈസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 1.5 വർഷം മുമ്പ് ഇതിൻ്റെ പ്രൈസ് ഏകദേശം 400 രൂപ അല്ലെങ്കിൽ അതിനും താഴെയായിരുന്നു. നമുക്ക് നോക്കാം, കോവിഡ് സമയത്ത് ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് അഡ്ജസ്റ്റഡ് പ്രൈസാണ് പറയുന്നത് 19 രൂപയിലേക്ക് അല്ലെങ്കിൽ 15 രൂപേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ഈ ഒരു പ്രൈസിൽ നല്ലൊരു ജമ്പ് ഉണ്ടായി, ഏകദേശം 8 ഇരട്ടി വർദ്ധിച്ചു. അവിടെ നിന്നും ഒരു 60% ഡ്രോപ്പാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് ഏകദേശം 57% ഒരു ഡ്രോപ്പാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. നോക്കാം നമുക്കത് എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഈ ഒരു സ്റ്റേജ്, അതിനുശേഷമുള്ള ഒരു സ്റ്റേജ്, 3 സ്റ്റേജാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത്. അതൊന്ന് നമുക്ക് വിലയിരുത്തി നോക്കാം. ഒരു സ്റ്റോക്ക് പാസ്റ്റ് വിലയിരുത്താൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഈ ഒരു അതായത് ഇവിടെ നിന്നൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അറിയില്ല ഈ 3rd സ്റ്റേജ് ഇങ്ങനെയൊക്കെ പോകുമായിരുന്നെന്ന്. കാരണം അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇതുപോലുള്ള വീഡിയോയിൽ കൂടി മനസ്സിലാവും. ഈ ഒരു ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ഈ ഏരിയയിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ 2 വർഷത്തോളം ഈ സ്റ്റോക്ക് ലോസിലായിരുന്നു ഹോൾഡ് ചെയ്തിരുന്നത്. പിന്നീട് ആ സ്റ്റോക്കിന് സംഭവിച്ച മാജിക്, ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ സ്റ്റോക്കിനെ അല്ലെങ്കിൽ മാർക്കറ്റിനെ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം. അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രീനർ വെബ്സൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് പ്രൈസ്. ഇവിടെ നമുക്ക് കാണാം ജൂൺ 21 ഏകദേശം 141 ഈ റേഞ്ച് വരെ കമ്പനി ഹൈ ഉണ്ടാക്കി. അതിനുശേഷം ഡ്രോപ്പാണ്. നോക്കൂ, ഈ ചാർട്ട് നമ്മൾക്ക് ഈ ഒരു ഇപ്പം ലാസ്റ്റ് സ്റ്റേജിൽ ഉണ്ടായിട്ടില്ല. ഈ ഒരു 10-15 എത്രയാണ് ടൈംസ് ഞാൻ പറഞ്ഞത്, 16 ടൈംസ്. ഇതിൻ്റെ വർധനവ് കാരണം ഈ ചാർട്ട് പോലും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഓക്കെ, 141 പിന്നീട് കണ്ടില്ലേ 67 വരെയൊക്കെ പോയി മാർച്ച് 2023. അപ്പോൾ ഏകദേശം നമുക്ക് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 2 വർഷം കൊണ്ട് ഈ ഒരു 57% കറക്ഷൻ നടന്നു. ആ കറക്ഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏണിങ്സ് നോക്കാം. ഏണിങ്സ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ജൂലൈ 21 ഈ റേഞ്ചിലൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഹൈ ഉണ്ടായിട്ടുള്ളത്, ജൂൺ 21, 2021. അതിനുശേഷം ഏണിങ്സിൽ നവംബർ വരെ ഏണിങ്സ് ഓക്കെ ആയിരുന്നു. പിന്നീട് ഏണിങ്സിൽ ഡ്രോപ്പ് വന്നു. ഈ ഡ്രോപ്പ് വരുന്ന സമയത്താണ് മാർക്കറ്റിൽ പ്രൈസ് താഴോട്ട് പോയത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെയ് 2023 ശേഷം ഈ ഒരു ഏരിയ മെയ് 2023 ശേഷം സ്റ്റോക്ക് മുകളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഏണിങ്സ് താഴോട്ടായിരുന്നു. എന്തുകൊണ്ട് ഇവിടെ ഒരു പ്രൈസ് മൂവ്മെന്റ് നടന്നു? ആരാണ് ഇവിടെ ബൈ ചെയ്തിരിക്കുന്നത്? അത് നോക്കണമെങ്കിൽ നമുക്ക് കമ്പനിയുടെ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ മെയിലത്തെ നോക്കാം. മെയിലെ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ മാനേജ്മെന്റ് കമന്ററി കാണാൻ പറ്റും. It gives me great pleasure to announce that Solar Energy Corporation of India Limited has sanctioned the issuance of new tender for approximately 8.57 lakh solar pumps. ഇത്ര മാത്രം ഒരു വലിയൊരു ഓർഡറിനുള്ള സാധ്യത, അതും ഇന്ത്യൻ ഗവൺമെന്റിന്റെ PM കുസും സ്കീം പ്രകാരം. ഇങ്ങനെ ഒരു ടെൻഡർ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ ടെൻഡർ ലഭിച്ച അടിസ്ഥാനത്തിൽ ഈ ഒരു ഏരിയയിൽ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഇവിടുന്ന് കയറി മെയ് 2023 ശേഷം സ്റ്റോക്ക് മുകളിലോട്ട് പോയി. പക്ഷെ നമുക്ക് അവിടെ ഏണിങ്സിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ടെൻഡർ ലഭിച്ചത് മാത്രമാണ്. ആ ഒരു ന്യൂസ് ബേസിൽ കമ്പനി നല്ലൊരു വളർച്ച ഉണ്ടായി. അതിനുശേഷം കാണുന്ന EPS നോക്കൂ, ഇവിടുന്ന് 1.84 ആയിരുന്നത് 4.92 കൂടി അതിൻ്റെ ഓർഡർ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം. പിന്നീട് ഇപ്പം അതിൻ്റെ ഏർണിംഗ് പെർ ഷെയർ നോക്കും, ഇപ്പം അവസാനം 27 എത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലൊക്കെ 1 രൂപയായിരുന്നു ഏർണിംഗ് പെർ ഷെയർ, അവിടെ നിന്നാണ് 27 എത്തിയിട്ടുള്ളത്. കമ്പനി ഇൻവെസ്റ്റർ പ്രസന്റേഷനിൽ കൂടി കൃത്യമായ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടായിരുന്നു. Q1 ഫൈനാൻഷ്യൽ ഇയർ 24 Q1 ഓർഡർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ അപ്രൂവൽ ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഡിലേ നടന്നു എന്ന് കമ്പനി കാണിച്ചു. നമുക്ക് കാണാം അവിടെ സെയിൽസിൽ ഗ്രോത്ത് വന്നില്ല. ജൂൺ 2023 കണ്ടില്ലേ, ആദ്യത്തെ ക്വാർട്ടറാണ് 24ന്റെ. അവിടെ സെയിൽസിലൊരു ഗ്രോത്ത് വന്നില്ല. ഒപ്പം EPS-ലും ഗ്രോത്ത് വന്നില്ല. അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പ്രൈസ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്.
നമ്മൾ പറഞ്ഞ ഇതാണ്. ഈ ക്വാർട്ടർ റിസൾട്ട് വന്നപ്പം ഗ്രോത്ത് ഇല്ല, പക്ഷെ നല്ല പ്രൈസിൽ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. കാരണം കമ്പനി കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം ആ കമ്പനിയുടെ സ്റ്റോക്ക് മൂവ്മെന്റ് നോക്കൂ, വളരെ എന്താ പറയുക 16% ആണിപ്പം, 16 ഇരട്ടിയാണ് വളർന്നിരിക്കുന്നത്. നമുക്ക് നോക്കൂ, ഇവിടെ അതിന്റെ സെയിൽസിലുണ്ടായിട്ടുള്ള ജമ്പ് 2013 209 കോടി ഉണ്ടായിട്ടുള്ള സെയിലാണ് ഇപ്പം 10 ഇരട്ടി 2300 കോടിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഉറപ്പായിട്ടും ഇങ്ങനെ വളർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിന്റെ ചാർട്ടിൽ പ്രതിഫലിക്കും. അതാണ് ഈ ചാർട്ട് ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും. റീസെന്റ് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സെയിൽസ് ഗ്രോത്ത് ആണിത്. 968 കോടി സെയിൽസ് നിന്നാണ് ഇപ്പം 1371 കഴിഞ്ഞ എൻഡിൽ. ഇപ്പം ലാസ്റ്റ് 4 ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ 2307 കോടിയാണ്. ഈ വീഡിയോയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നോ ഇല്ലയെന്നോ അല്ലെങ്കിൽ അതുപോലുള്ള ഒന്നും അല്ല ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ സ്റ്റോക്ക് ഒരു റെക്കമെൻഡേഷൻ അല്ല, പക്ഷെ ഇതുപോലെ നമ്മൾക്ക് വിലയിരുത്താൻ പറ്റണം നമ്മുടെ കമ്പനികൾ. ഞാൻ ഇതിന്റെ വാല്യുവേഷനോ മറ്റോ ഒന്നും ഇപ്പം പരിശോധിക്കുന്നില്ല. ജസ്റ്റ് എന്തുകൊണ്ട് ഈ പ്രൈസ് മൂവ്മെന്റ് നടന്നു എന്നും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ ഒരു കമ്പനിയെ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടതെന്നും അതിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീക്ക്ലി അനാലിസിസിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച വളരെ ആക്ടിവിറ്റി കുറഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് വോളിയം തന്നെ നിഫ്റ്റിയിൽ കാണാം, വളരെ കുറഞ്ഞ വോളിയം മാത്രമായിരുന്നു. ക്യാൻഡിൽസ് നോക്കൂ, ഒരാഴ്ച ഇത് വീക്ക്ലി ക്യാൻഡിലാണ്, വളരെ ചെറിയൊരു ക്യാൻഡിലാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ ക്യാൻഡിൽ എത്രമാത്രം വലുതാണ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം കഴിഞ്ഞ ആഴ്ച 0.96% ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമല്ല, ചെറിയൊരു ക്യാൻഡിലാണ്, വളരെ ആക്ടിവിറ്റി കുറവാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 0.1% നേരിയ ഒരു വർധനയോടുകൂടി മാർക്കറ്റ് ക്ലോസ് ചെയ്തു. സ്മോൾ ക്യാപ്പിലും ഒട്ടും വ്യത്യസ്തമല്ല, 0.12% ഒരു ചെറിയൊരു വർധനവാണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച വിക്സ് കാര്യമായിട്ട് നമുക്ക് നോക്കാനില്ല, 12% വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ 12% ഇടിഞ്ഞതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ആക്ടിവിറ്റി കുറവായിരുന്നു, 1% നേരിയ ഒരു വർധനയോട് കൂടിയാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. IT നോക്കുകയാണെങ്കിൽ IT നമ്മൾ പറഞ്ഞ പോലെ ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു, അതും 0.1% ഒരു ലോസോട് കൂടിയാണ് കഴിഞ്ഞ ആഴ്ചയിലുള്ള ആക്ടിവിറ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ഫാർമയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആഴ്ചയായിരുന്നു, 2.25% ഒരു പോസിറ്റീവാണ്. അപ് ട്രെൻഡ് തന്നെയാണ് ഇനിയും പ്രതീക്ഷിക്കുന്നത്. IT-യിൽ നമ്മൾ ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വരുന്ന ആഴ്ച. മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ്, നമുക്ക് മറ്റുള്ള ട്രെൻഡ് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ടെക്നിക്കൽ നോക്കിയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. FMCG-യിൽ നമുക്ക് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം, ഇതാണ് അതിൻ്റെ സപ്പോർട്ട്. കഴിഞ്ഞ ആഴ്ചയിൽ 1.52% ഒരു ലോസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോയിൽ കഴിഞ്ഞ ആഴ്ചയിൽ 2.3% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. റിയാലിറ്റിയിൽ ആക്ടിവിറ്റി കുറവായിരുന്നു, 1% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. മെറ്റൽ കുറച്ച് ബിയറിഷ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച, 1% ലോസ് ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഫർദർ ഒരു നെഗറ്റീവ് തുടരുമോ എന്ന് നമുക്ക് കാണണം, കാരണം ഇപ്പോൾ ഇതൊരു റേഞ്ചിലാണ്, ഇതൊരു സപ്പോർട്ട് റേഞ്ചിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. നിഫ്റ്റി മീഡിയ അല്പം വീക്ക്നെസ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ, 1.81% ഒരു ലോസ് തന്നെയാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്. അടുത്ത ആഴ്ചയിലെ പ്രധാന ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി മുന്നിലുള്ളത് കോർ സെക്ടർ ഇൻഡെക്സ് ഡാറ്റ വരാനുണ്ട് 31-ാം തീയതി. അതേപോലെ വ്യാഴാഴ്ച ഓട്ടോ സെയിൽസ് ഡാറ്റ വരും. ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ള ഈ വരുന്ന ആഴ്ചയിലുള്ള ഇവന്റ്സ്. മറ്റുള്ള ചെറിയ ചെറിയ ഇവന്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. GST കളക്ഷൻ ഡാറ്റ വരും, അതുപോലുള്ള കുറച്ച് ഡാറ്റാസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ചെറിയൊരു വോളറ്റാലിറ്റി ഒക്കെ ഈ ഡാറ്റ ബേസിൽ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. 1-2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ക്വാർട്ടർ റിസൾട്ടിന്റെ ടൈമാണ്, റിസൾട്ട് വരും, ഒരുപാട് കമ്പനികളുടെ റിസൾട്ടൊക്കെ പ്രഖ്യാപിക്കും. ജനുവരി 2-ാം പകുതിയിൽ നമുക്ക് റിസൾട്ട് ബേസ്ഡ് വോളറ്റാലിറ്റി ഒക്കെ പ്രതീക്ഷിക്കാം. തൽക്കാലം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. നല്ലൊരു വീക്കെൻഡ് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.